welcome to Numeral M Ganit, our new section, Outer Angles in Polygons. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് 40 ഡിഗ്രിയും 60 ഡിഗ്രിയും ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ഓഫ് 40 പ്ലസ് 60, ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് മൂന്ന് ആംഗിൾസിന്റെ സം 80 പ്ലസ് 40 പ്ലസ് 60 ഈക്വൽ ടു 180 കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ആംഗിൾസിന്റെ ദാറ്റ് മീൻസ് ഈ വെർട്ടിസസിന്റെ ട്രയാംഗിൾസിന്റെ മൂന്ന് വെർട്ടിസസിനെ ഔട്ട്സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുക എന്നുള്ളത്. ഈ സൈഡിനെ ട്രയാംഗിളിന്റെ ബേസിനെ റൈറ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ലൈനിനെയാണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈ സൈഡിനെ ടോപ്പിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് തമ്മിൽ ഒരു പോയിന്റ് ചെന്ന് മീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തേർഡ് സൈഡായിട്ടുള്ള ഈ സൈഡിനെയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ തമ്മിൽ ഒരു പോയിന്റ് ചെന്ന് മീറ്റ് ചെയ്തു, അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അതായത് ബേസിലുള്ള സൈഡിനെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിളും, അതേപോലെ തന്നെ സെക്കൻഡ് സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിളും, തേർഡ് സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അതായത് മൂന്നും പുറത്ത് മേക്ക് ചെയ്ത ട്രയാംഗിളിന്റെ പുറത്ത് മേക്ക് ചെയ്ത ആംഗിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആംഗിൾസിനെ ഔട്ടർ ആംഗിൾസ് എന്ന് പറയാം. അതായത് ട്രയാംഗിളിന്റെ മൂന്ന് ഔട്ടർ ആംഗിൾസ് ആണ് ഈ മൂന്നെണ്ണം. ഇവരുടെ ആംഗിൾസ് എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എത്ര ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട് എങ്കിലും അവരുടെ ആംഗിൾസിന്റെ എല്ലാം സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. റീസൺ എന്താ? യെസ്, ലീനിയർ പെയർ സം 180. നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ രണ്ടോ മൂന്നോ എത്ര ആംഗിൾസ് ഉണ്ടെങ്കിലും ആ ആംഗിൾസിന്റെ എല്ലാം കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ലീനിയർ പെയർ സം 180 ഡിഗ്രി എന്നുള്ള റീസൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. രേഖീയ ജോഡികൾ അനുപൂരകങ്ങളായിരിക്കും എന്നുള്ള റീസൺ വെച്ചുകൊണ്ട് 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണെന്ന് കിട്ടി. ദെൻ സെക്കൻഡ് ഔട്ടർ ആംഗിൾ ആയ ഈ ആംഗിൾ എന്ന് പറയുന്നത് രണ്ടും കൂടി 180 ഡിഗ്രി ആണ്. ഒരു ആംഗിൾ ഇന്നർ ആംഗിൾ 80 ആണ്. സോ 180 മൈനസ് 80, സോ ഇവിടെ ഫോം ചെയ്ത ഈ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ മേക്ക് ചെയ്ത ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി, ലീനിയർ പെയർ സം 180. അതായത് രേഖീയ ജോഡികൾ അനുപൂരകങ്ങളായിരിക്കും എന്നുള്ള റീസൺ വെച്ചുകൊണ്ട് ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ 180 മൈനസ് 40 ദാറ്റ് ഈസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 140 ഡിഗ്രി ആണ് എന്ന് മനസ്സിലായി. അതായത് ട്രയാംഗിൾ മേക്ക് ചെയ്ത മൂന്ന് ഔട്ടർ ആംഗിൾസിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയും 100 ഡിഗ്രിയും 140 ഡിഗ്രിയുമാണ്. ഈ മൂന്ന് ആംഗിൾസിന്റെയും കൂടെയുള്ള സം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 120 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി പ്ലസ് 140 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി. അതായത് ട്രയാംഗിളിന്റെ മൂന്ന് ഔട്ടർ ആംഗിൾസിന്റെ സം ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തതായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിഗൺ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഇന്നർ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ 80 ഡിഗ്രി, 110 ഡിഗ്രി, 70 ഡിഗ്രി, 100 ഡിഗ്രീസ് ആണ് ഇന്നർ ആംഗിൾസ്. സം എന്ന് പറയുന്നത് 100 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 110 ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അതായത് ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെയും ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഇനി ഈ ക്വാഡ്രിലാറ്ററലിന്റെ
ഇന്നർ ആംഗിൾസ് ഫോം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഔട്ടർ ആംഗിൾസിനെ ഫോം ചെയ്യാം. അതായത് ഓരോ സൈഡ്സിനെയും 4 സൈഡ്സ് ആണുള്ളത്, 4 സൈഡ്സിനെയും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ടർ ആംഗിൾസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, 2 സ്ട്രൈറ്റ് ലൈൻസ് ഒരു പോയിന്റ് ചെന്ന് മീറ്റ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ സെക്കൻഡ് സൈഡ് ആയിട്ടുള്ള ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പുറത്തോട്ട്. അവിടെയും നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇനി തേർഡ് സൈഡ് ആയിട്ടുള്ള ഈ സൈഡിനെ ഇതേപോലെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു ഔട്ടർ ആംഗിൾ ഫോം ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഫോർത്ത് സൈഡിനെയും കൂടി പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ക്വാഡ്രിലാറ്ററലിന്റെ 4 ഔട്ടർ ആംഗിൾസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്വാഡ്രിലാറ്ററലിന്റെ 4 ഇന്നർ ആംഗിൾസ് ആണ് ഈ 4 എണ്ണം. ഈ വെർട്ടിസസിനെ 4 വെർട്ടിസസിനെ ഇവിടെ നമ്മളൊരു പുറത്തോട്ടൊരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 4 ഔട്ടർ ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. ഈ 4 ഔട്ടർ ആംഗിൾസിന്റെയും മെഷർമെന്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ആ സ്ട്രൈറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസിന്റെയും സമ്മ്, ദാറ്റ് മീൻസ് ലീനിയർ ബൈ സം 180 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ആംഗിൾ 110 ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 110 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ആണ്. ശരിയല്ല? ഇനി അതേ സെയിം പ്രൊസീജിയർ തന്നെ രേഖീയ ജോഡികൾ അനുപൂരകങ്ങളായിരിക്കും എന്നുള്ള മെഷർമെന്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു 180 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട് 2 ആംഗിൾസിന്റെ സമ്മ്. ഒരു ആംഗിൾ 70 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം 180 മൈനസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ആണ്. ശരിയല്ലേ? ഇനി തേർഡ് ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ആണ്. ഇന്നർ ആംഗിൾ 100 ആണ് എന്നുള്ളതിനർത്ഥം ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി ആണ് എന്ന് മനസ്സിലായി. Then fourth angles, that means inner angles ഇന്റെയും outer angles ഇന്റെയും sum എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ ഒരു ആംഗിൾ 80 ആണ്. സോ സെക്കൻഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, അതായത് ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്ത 4 ഔട്ടർ ആംഗിൾസിന്റെ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് 70 പ്ലസ് 70യും 110ഉം 80യും 100ഉം ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ 4 ഔട്ടർ ആംഗിൾസിന്റെ സം എന്താണെന്ന് നോക്കാം. 70 പ്ലസ് 110 പ്ലസ് 80 പ്ലസ് 100 ആണ് സം എന്ന് പറയുന്നത്. അതായത് 70, 110, 80, 100 ഈ 4 ആംഗിൾസിന്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 360 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 4 ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആണ് എന്നുള്ളതിനർത്ഥം ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം 360 ആണ്. അതേപോലെ തന്നെ ഇന്നർ ആംഗിൾസിന്റെ സം 360 ആണ്. ഇതേപോലെ തന്നെ ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്താലും ഒരു സ്ക്വയറോ ഒരു റെക്ടാങ്കിളോ ഒരു റോംബസോ അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാമോ അതേപോലെ ഏത് ക്വാഡ്രിലാറ്ററൽ എടുത്താലും ആ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാം ഇന്നർ ആംഗിൾസിന്റെ സം 360 ആണ്. അതേപോലെ തന്നെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നതും 360 ഡിഗ്രി ആണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മം 360 ആണ്. ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മം 360 ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇവിടെ ഞാനൊരു പെന്റഗൺ ആണ് വരച്ചിരിക്കുന്നത്. പെന്റഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 540 ആണ് എന്ന് നമുക്കറിയാം. അതായത് 100, 90, 110, 100, 140 ആണ് 5 ഇന്നർ ആംഗിൾസ്. ഈ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 540 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 5 സൈഡ്സിനെയും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഓരോരോ ഔട്ടർ ആംഗിൾസ് ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ ഔട്ടർ ആംഗിൾസിന്റെ മെഷർമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു സ്ട്രൈറ്റ് ലൈനിൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ലീനിയർ പെയർ സം 180 ഡിഗ്രി എന്നുള്ള റീസൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ 5 ഔട്ടർ ആംഗിൾസിന്റെ മെഷർമെന്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 180 മൈനസ് 90 ദാറ്റ് ഈസ് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് കിട്ടി. അതേപോലെ തന്നെ 180 മൈനസ് 110 ദാറ്റ് ഈസ് 70 ആണ് ഈ ആംഗിൾ എന്ന് നമുക്ക് മനസ്സിലായി.
Then 180 minus 100, that is ഈ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. Then 180 minus 140, that is 40 ആണ് ഈ ആംഗിൾ. Then 180 minus 100, that is 80 ഡിഗ്രി ആണ് ഈ ആംഗിൾ. അങ്ങനെ നമ്മൾ 5 ഔട്ടർ ആംഗിൾസ് ഇവിടെ പെന്റഗണിന്റെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഈ ഔട്ടർ ആംഗിൾസിന്റെ സം എന്തൊക്കെയാണെന്ന് നോക്കാം. 90, 70, 80, 40, 80. 5 ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് 90 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 40 പ്ലസ് 80 ഈക്വൽ ടു 360. അതായത് ഒരു പെന്റഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടു ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം 360 ആണ്. ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്താലും അതിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഏതൊരു പെന്റഗണിന്റെ കേസ് എടുത്താലും അതിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിനർത്ഥം ഏതൊരു പോളിഗൺ എടുത്താലും അതൊരു ഹെക്സഗണോ ഹെപ്റ്റഗണോ അതേപോലെ തന്നെ പെന്റഗണോ ഏത് പോളിഗൺസ് എടുത്താലും ആ പോളിഗൺസിന്റെ എല്ലാം ഔട്ടർ ആംഗിൾസിന്റെ മെഷർമെന്റ് സം എന്ന് പറയുന്നത് 360 ആണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്യാം. ഏതൊരു പോളിഗൺ എടുത്താലും ആ പോളിഗൺസിന്റെ എല്ലാം ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആണ് എന്ന്. ഓക്കെ, first question. Two angles of a triangle are 40 degree and 60 degree. Calculate all its outer angles. അതായത് ഒരു ട്രയാങ്കിളിന്റെ 2 ഇന്നർ ആംഗിൾസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഔട്ടർ ആംഗിൾസ് ഏതൊക്കെയാണ്, അതിന്റെ മെഷർമെന്റ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. 2 ആംഗിൾസ് 60 ഡിഗ്രിയും 40 ഡിഗ്രിയും ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് 60 പ്ലസ് 40, that is 180 minus 100, that is equal to 80 ഡിഗ്രിയാണ്. അതിനർത്ഥം ഈ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 3 ഔട്ടർ ആംഗിൾസ് ആണ്. ഒരു സ്ട്രൈറ്റ് ലൈനിൽ 2 ആംഗിൾസ് ആണ്, ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും. ഈ 2 ആംഗിൾസിന്റെയും കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. റീസൺ എന്ന് പറയുന്നത് രേഖീയ ജോഡികൾ അനുകൂലങ്ങളായിരിക്കും, അല്ലെങ്കിൽ ലീനിയർ പെയർ സം 180 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് ഔട്ടർ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 180 മൈനസ് 80 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇവിടെ അതേ സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 180 മൈനസ് 60, that is equal to 120 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് തേർഡ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 40, that is equal to 140 ഡിഗ്രിയാണ്. ഇപ്പൊ നമുക്ക് 3 ഔട്ടർ ആംഗിൾസും ഫൈൻഡ് ഔട്ട് ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ ഇറ്റ്സ് ഔട്ടർ ആംഗിൾസ് എന്നാണ്. അപ്പോൾ 3 ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 100 ഡിഗ്രി, 120 ഡിഗ്രി, 140 ഡിഗ്രി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നുള്ളത്. നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 100 പ്ലസ് 120 പ്ലസ് 140 ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, then next question. Prove that in any triangle the outer angle at a vertex is equal to the sum of the inner angles at the other 2 vertices. അതായത് ഒരു ട്രയാങ്കിളിന് 3 വെർട്ടിസസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആ 3 വെർട്ടിസസിൽ ഒരു വെർട്ടെക്സിൽ ഫോം ചെയ്ത ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് 2 വെർട്ടിസസിൽ ഫോം ചെയ്ത ഇന്നർ ആംഗിൾസിന്റെ സമ്മുമായി ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയുടെ 3 ഇന്നർ ആംഗിൾസ് ആണ് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആംഗിൾ എയുടെ മെഷർമെന്റ് എ ഡിഗ്രി ആണെന്നും ആംഗിൾ ബിയുടെ മെഷർമെന്റ് ബി ഡിഗ്രി ആണ് എന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾസിന്റെ എല്ലാം ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. സോ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ,
ദെൻ ഔട്ടർ ആംഗിൾ സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ ഫോം ചെയ്ത ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ സി ഡി ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിയിൽ ഫോം ചെയ്ത ഔട്ടർ ആംഗിൾ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് അതല്ലാതെ വരുന്ന രണ്ട് വെർട്ടിസസിൽ ഫോം ചെയ്ത ഇന്നർ ആംഗിൾസിന്റെ സമമായി ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എയിലും ബിയിലും ഫോം ചെയ്ത ഇന്നർ ആംഗിൾസിന്റെ സം, ദാറ്റ് മീൻസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രിയുമായി ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെന്ന്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ എ ബി സിയിലെ രണ്ട് ആംഗിൾസ് എ ഡിഗ്രിയും ബി ഡിഗ്രിയും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ആയ ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ആ മെഷർമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? എയും ബിയും സിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. എയുടെയും ബിയുടെയും മെഷർമെന്റ് എ ഡിഗ്രിയും ബി ഡിഗ്രിയുമാണ്. അതിനർത്ഥം മൂന്നാമത്തെ ആംഗിൾ ആയ സി, ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് ഓഫ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കറിയാവുന്ന കാര്യം ബി ഡി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ ബി സി എ എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ എ സി ഡി എന്ന് പറയുന്ന ഈ ഔട്ടർ ആംഗിളും. ശരിയല്ലേ? ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടിയുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. റീസൺ എന്താ? ലീനിയർ പെയർ സം 180 ഡിഗ്രി അല്ലെങ്കിൽ രേഖീയ ജോഡികൾ അനുപൂരകങ്ങളായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ ബി സി എയും ആംഗിൾ എ സി ഡിയും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. ശരിയല്ലേ? അതിനർത്ഥം എന്താ? ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി ആണ്. നമുക്ക് ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് അറിയില്ല. സോ ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ സി ഡി ആണ് എന്ന് പറയാം. നേരത്തെ നമ്മൾ ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി ആണ് എന്ന് നമ്മൾ ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലീനിയർ പെയർ സം 180 ഡിഗ്രി എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ സി ഡി ആണെന്നും കിട്ടി. ഇനി രണ്ട് ആംഗിൾസ്, ദാറ്റ് മീൻസ് ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് രണ്ടും കൂടി കമ്പയർ ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി ആണ് എന്നതാണ്. സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ സി ഡി ആണ് എന്നുള്ളതാണ്. സോ രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ സി ഡി ആണ് എന്നുള്ളതാണ്. ശരിയല്ലേ? ആദ്യത്തെ ഇക്വേഷൻ 180 മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ ബി സി എ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ സി ഡി ആണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസിനെ കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 180 മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രിയും 180 മൈനസ് ആംഗിൾ എ സി ഡിയും ആണ്. അപ്പോൾ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും 180 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആംഗിൾ എ സി ഡി മൈനസ് ആംഗിൾ എ സി ഡി ഈക്വൽ ടു മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി എന്നുള്ളതാണ്. അതിനർത്ഥം എന്താ? ആംഗിൾ ബി എ സി ഡി ഈക്വൽ ടു എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി എന്നുള്ളതായിരിക്കും. ശരിയല്ലേ? മൈനസ് ആംഗിൾ എ സി ഡി ഈക്വൽ ടു മൈനസ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി എന്നാണ് നമുക്ക് ഇതൊന്ന് കിട്ടുന്നത്. ഓക്കെ, അതിനർത്ഥം രണ്ട് സൈഡിലും മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ആംഗിൾ എ സി ഡി ഈക്വൽ ടു എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അതായത് ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിയുടെ ഔട്ടർ ആംഗിൾ ആണ്. ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് സിയിൽ ഫോം ചെയ്ത ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് രണ്ട് വെർട്ടിസസ് ആയ എയിലും ബിയിലും ഫോം ചെയ്ത ഇന്നർ ആംഗിൾസ് എ ഡിഗ്രിയും ബി ഡിഗ്രിയും ഇവരുടെ സമ്മുമായി ഈക്വൽ ആണ് എന്നാണ് കിട്ടിയത്.
നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിളിന്റെ ഒരു വെർട്ടിസിൽ ഫോം ചെയ്ത ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് രണ്ട് വെർട്ടിസിൽ ഫോം ചെയ്ത ഇന്നർ ആംഗിൾസിന്റെ സമ്മുമായി ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഔട്ടർ ആംഗിൾ ആംഗിൾ എ സി ഡി ഈക്വൽ ടു ഇന്നർ ആംഗിൾസിന്റെ സമ്മ് എ ഡിഗ്രി പ്ലസ് ബി ഡിഗ്രിയുമായി ഈക്വൽ ആണ് എന്നുള്ളത് തന്നെയല്ലേ. സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.